നമസ്കാരം. വ്യോമസേന ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും നിർബന്ധിത മതമാറ്റത്തിന് ഇരയാക്കുകയും ചെയ്തതായി പരാതി. യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. 2025 ഫെബ്രുവരി 8 യുവതിയെ അയാസ് ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് ലഹരി കലർന്ന ജ്യൂസ് നൽകി ബോധരഹിതയാക്കിയ ശേഷം യുവതിയെ പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ യുവതിയുടെ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി യുവതിയെ പലതവണ പീഡിപ്പിച്ചു. ഏകദേശം 4 ലക്ഷം രൂപ തന്നിൽ നിന്ന് തട്ടിയെടുത്തതായി ഇരയായ യുവതി ആരോപിക്കുന്നു. മെയ് 31 അയാസും കൂട്ടാളിയും ചേർന്ന് യുവതിയെ നിർബന്ധിച്ച് കൽമേശ്വറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് 3-ാം പ്രതിയായ മധ്യപ്രദേശ് സ്വദേശിയായ മതപണ്ഡിതൻ മതപരമായ ചടങ്ങുകൾ നടത്തുകയും യുവതിയെ മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. ചടങ്ങിനിടെ ഖുബുൽ ഹേ എന്ന് പറയാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും ഇത് തന്റെ സമ്മതമില്ലാതെയാണ് ചെയ്തതെന്നും യുവതി ആരോപിച്ചു. ചടങ്ങുകൾക്ക് ശേഷം താൻ ഇസ്ലാം മതത്തിലേക്ക് മാറിയെന്നും അയാസുമായിട്ടുള്ള നിക്കാഹ് കഴിഞ്ഞതായും മതപണ്ഡിതൻ പ്രഖ്യാപിച്ചു. കൂടാതെ നിർബന്ധിച്ച് മാംസം കഴിപ്പിക്കുകയും കലിമ ചൊല്ലിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട്. ഇതിനു പിന്നാലെ ഈ സംഘം ഇവരെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അയാസ് വീണ്ടും ബലാത്സംഗം ചെയ്യുകയും ചെയ്തതായും പ്രതികൾ തുടർന്നും തന്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നുവെന്നും അവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുന്നത് തുടർന്നിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വീഡിയോയിൽ ഇരയായ യുവതി കരയുന്നതും തന്നെ വിട്ടയക്കാൻ പ്രതിയായ അയാസിനോട് അപേക്ഷിക്കുന്നതും കാണാം. അയാസ് അവരുടെ കൈകളിൽ ബലമായി പിടിച്ചുവെച്ച് മതപരമായ ശ്ലോകങ്ങൾ ചൊല്ലുകയും അവരുടെ മേൽ ആവർത്തിച്ചൂതുകയും ചെയ്യുമ്പോൾ എന്നെ വിടൂ എന്നാണ് യുവതി അതിൽ പറയുന്നത്. രക്ഷപ്പെടാൻ യുവതി പരമാവധി ശ്രമിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം. ഇതിനു പിന്നാലെ താൻ മതപരിവർത്തനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുവെന്നും അതിനുശേഷം തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് യുവതി ആരോപിക്കുന്നത്. തനിക്ക് കുടിക്കാനായി അയാസ് പലപ്പോഴും കുപ്പിയിൽ കൊണ്ടുവന്ന എന്തോ ഒരുതരം ദ്രാവകം തന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. ഇത് കുടിപ്പിച്ചതിനു ശേഷം ഉറുദുവിൽ എന്തൊക്കെയോ പിറുപിറുക്കുകയും തന്റെ മുഖത്തേക്ക് ഊതുകയും ചെയ്തിരുന്നു. ഇത് ഹിപ്നോട്ടിസോ ആഭിചാരവുമാണെന്ന് അവകാശപ്പെട്ട് തന്നെ ബലാത്സംഗം ചെയ്യാറുണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നു. ഈ വീഡിയോയിൽ കാണുന്നത് ആഭിചാരം അല്ലെങ്കിൽ ഹിപ്നോട്ടിസ ചടങ്ങാണെന്നാണ് യുവതിയുടെ ആരോപണം. ബലാത്സംഗം, ആവർത്തിച്ചുള്ള ലൈംഗിക പീഡനം, പണം തട്ടൽ, ബ്ലാക്ക് മെയിലിംഗ്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾക്കൊപ്പം അന്ധവിശ്വാസ വിരുദ്ധ നിയമപ്രകാരമുള്ള വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട്. മതപരിവർത്തനം നടത്തിയെന്ന് പറയപ്പെടുന്ന മതപണ്ഡിതനായി നാഗ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഈ തെളിവുകൾ വളരെ നിർണായകമായിരിക്കുമെന്നും മതപരിവർത്തനം നടത്തിയ മതപണ്ഡിതനെ കണ്ടെത്തുന്നതിനായി ഒരു പോലീസ് സംഘം മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെന്നും സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DCP സുരേഷ് റെഡ്ഡി വ്യക്തമാക്കി.